യുദ്ധക്കൊതിയനായിട്ടുള്ള നെതന്യാഹു വീണ്ടും ലെബനോനിലേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലെബനോൻ ഇറാന്റെ ഒരു കൂട്ടുകക്ഷിയാണോ, അതുകൊണ്ട് തന്നെ ഇറാന് ചൊറിച്ചിൽ വരുന്നുണ്ട്. പക്ഷെ ഇറാന് ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരു കൊട്ടു തരാതെ തിരിച്ചങ്ങോട്ട് കൊടുക്കണ ശീലമല്ലാത്തത് കൊണ്ട് ഇസ്രായേലിൽ നിന്ന് ഒരു ഡ്രോണോ ഒരു മിസൈലോ എന്തെങ്കിലും ഇറാനിൽ വീഴാൻ കാത്തു നിൽക്കുകയാണ്, കയറി അടിക്കാൻ വേണ്ടിയിട്ട്. അത് ഇസ്രായേലിന് അറിയാം, കാരണം 2 തവണ ഇസ്രായേലിന് പറ്റാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇറാനെ കയറി അടിക്കാൻ ഇസ്രായേൽ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇറാനിലേക്ക് ഒരു മിസൈലോ എന്തെങ്കിലും ഇസ്രായേൽ ചെയ്താൽ പിന്നെ കഥ മാറും. അതുകൊണ്ട് തൽക്കാലം ഇറാൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ലെബനോനെ അടിച്ചു തകർക്കാം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ലെബനോനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന വിവരം ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ വരുന്നു, ഡ്രോണുകൾ അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്ന് വീഴുന്നു, നാശങ്ങൾ ഉണ്ടായി തുടങ്ങി എന്നാണ്. അതിന് 2-3 കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. ഒന്ന്, ഇറാനെ കുറിച്ച് പറഞ്ഞതാണ്. ഇറാന്റെ മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾ മുഴുവൻ നശിച്ചു. പാശ്ചാത്യ ഏജൻസികൾ അവരങ്ങനെയുള്ള അവർ പറഞ്ഞിരുന്നു, അത്തരത്തിലാണ് വാർത്തകൾ പുറത്തുവിട്ടിരുന്നത്. എന്നാൽ അവർ തന്നെ കഴിഞ്ഞ ദിവസം, ഇന്നലെ പുറത്തുവിട്ട വാർത്ത, ഇറാന്റെ അത്തരത്തിലുള്ള മിസൈൽ വിക്ഷേപണികൾക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഏതാണ്ട് 70-75% വരുന്ന ആയുധങ്ങളും അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇറാനെ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും വാർത്ത വന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവർക്ക് അറിയാം. കാരണം ഇറാനെ കയറി തൊട്ടു, അവർ തിരിച്ചടിച്ചു, പിന്നെ യുദ്ധം നിർത്തി. വീണ്ടും ഇറാനെ തൊട്ടു, അവർ തിരിച്ചടിച്ചു, ഇപ്പൊ വെടി നിർത്തി. ഇനി ഇറാനെ തൊടൂല. ഇറാനെ തൊടാൻ പറ്റാത്തതുകൊണ്ട് ലെബനൻ അടിക്കുന്നു. പക്ഷെ ലെബനനിലൂടെ ഇറാൻ ഇസ്രായേലിനെ അടിക്കുന്നുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. കാരണം ഇറാൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ പണിയാണ് ഇപ്പൊ ലെബനൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെബനോനിൽ നിന്ന് വരുന്ന ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ അയൺഡോമുകൾക്കോ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല. എന്തുകൊണ്ട്? വീഴുന്നുണ്ട്, പലയിടത്തും വന്ന് വീഴുന്നുണ്ട്, ചിലതൊക്കെ തകർക്കപ്പെടുന്നുണ്ട്. ഇറാനെ പോലെ അത്ര സൂക്ഷ്മമായിട്ടല്ല ലെബനോൻ യുദ്ധം ചെയ്യുന്നത്. പക്ഷേ സർവത്ര നാശം വിതയ്ക്കാൻ വേണ്ടി, ഇസ്രായേലിൽ വിതയ്ക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നുണ്ട്. ഡ്രോണുകൾ നല്ലവണ്ണം ഇസ്രായേലിലേക്ക് വന്ന് വീഴുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്, ലക്ഷ്യസ്ഥാനങ്ങളെ തുളച്ചു കയറുന്നുണ്ട് എന്ന്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇസ്രായേലും അമേരിക്കയും കൂടി തുടങ്ങി വെച്ചിട്ടുള്ള ഇറാൻ യുദ്ധം, ആ ഇറാൻ യുദ്ധത്തിൽ ഹോർമൂസിൽ തീരുമാനമൊന്നും ആകാത്തത് കൊണ്ട് ഈ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ വേണ്ടി, ഇനി ഇറാനുമായി വ്യാപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അത് ഏറ്റുപിടിച്ചുകൊണ്ടോ വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളും, ഇപ്പൊ ഈജിപ്ത്, അതുപോലെ ഖത്തർ, ഈ രാജ്യങ്ങളെല്ലാം അതിനുവേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇറാൻ പക്ഷേ ആ നിർദ്ദേശങ്ങളോടും അല്ലെങ്കിൽ അവരുടെ ആ അഭിപ്രായത്തോടും പ്രതികരിക്കുന്നത് തങ്ങൾക്ക് ആകെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ: യുദ്ധം പൂർണ്ണമായി നിർത്തുക, മേലിൽ ഇറാന്റെ ഭാഗത്തേക്ക് വന്നേക്കരുത്, ഇറാന്റെ മേലുള്ള വിരോധം തീർക്കുക, ഹോർമൂസ് ഞാന്റെ കാര്യം ഞങ്ങൾ നോക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് നടപടി വന്നാലും, എത്ര കടുത്ത നടപടികൾ എടുത്താലും ആ നടപടികളെ ഒക്കെ നേരിടാനുള്ള ശേഷിയും ചേമുഷി തങ്ങൾക്കുണ്ട്, തങ്ങൾ അതിന് തയ്യാറായിരിക്കുകയാണ് എന്നാണ് ഇന്ന് ഇറാന്റെ സൈനിക മേധാവികൾ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങളുടെ പക്കലുണ്ട്, ആണവ പരീക്ഷണശാലകളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിന്റെ എങ്ങാനും മേൽ എവിടെയെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ, ഏതെങ്കിലും വിധത്തിലുള്ള നാശനഷ്ടം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇറാന് തിരിഞ്ഞു നോട്ടം ഉണ്ടാവില്ല. അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകും എന്ന് ഇറാൻ ഇന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഏതാണ്ട് സമാനമായിട്ടുള്ള നിലപാടാണ് ഇസ്രായേലും എടുത്തിട്ടുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്താൻ പറ്റില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ മേൽ കുതിര കയറാതിരുന്നാൽ മതി. 40-47 വർഷത്തോളം ഉപരോധം ഇറാന്റെ മേലുണ്ടായിട്ടും അവർ ആരോടും പരാതിയും പറഞ്ഞില്ല. അവരവരുടെ പാഠവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അതുപോലെ തന്നെ അവരുടെ പാഠവിധി എന്ന് പറഞ്ഞവർ കഴിഞ്ഞോളും. പക്ഷെ ഇസ്രായേലിന്റെ നിലപാട് മറിച്ചാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മേഖലയിൽ സംഘർഷം ഒഴിയണമെന്ന് യാതൊരു താല്പര്യമില്ല. ഇറാനെ നേരിട്ടടിക്കാൻ പറ്റുന്നില്ല. ഇറാനെ നേരിട്ടടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇറാന്റെ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുമായി തങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അവരെ പരമാവധി തങ്ങൾ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ചെയ്തുകൊണ്ടിരിക്കും. ഇറാനെ നശിപ്പിക്കുന്നതിന് പകരം ഇറാന്റെ കൂട്ടുകാരെ ഞങ്ങൾ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും വിലങ്ങുതടിയായിട്ടുള്ളത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. പക്ഷെ ഇറാന്റെ മേലാണ് പറയുന്നത്. ഇറാൻ എങ്ങോട്ടും അടിക്കാൻ തോന്നിയിട്ടില്ല. കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം, 1/2 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ അതിൽ ഒരു തവണ പോലും ഇറാൻ അങ്ങോട്ട് ചെന്ന് അടിച്ചതായിട്ട് കാണാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ഇറാനെ കയറി അടിച്ചതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അത് ഇറാൻ ഇറാഖ് യുദ്ധമായാലും, അത് ഇസ്രായേൽ ഇറാൻ യുദ്ധമായാലും, ഇനി ഇറാൻ അമേരിക്ക യുദ്ധമായാലും, ഏത് കാര്യം എടുത്തു നോക്കിയാലും
ഇറാൻ എന്ന പരമാധികാര രാജ്യത്തിലേക്ക് കയറി അടിച്ച ചരിത്രമേ ഉള്ളൂ. അങ്ങനെ കയറി അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് രാജ്യം തിരിച്ചടിക്കും. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇറാന്റെ പാട്ടിലേക്ക് വിടുക, ഇറാനുമായി യുദ്ധം ചെയ്യാതിരിക്കുക, ഇറാന്റെ സഖ്യകക്ഷികളുമായി സമാധാനത്തിൽ പോവുക, മേഖല സമാധാനപൂർണ്ണമാക്കുക. അത് പക്ഷേ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉദ്ദേശം വേറെയാണ്. Different angles. Don't forget to subscribe and support this channel.